സങ്കീർത്തനം 56 അതിൻ്റെ 8 വാക്യപ്രകാരം പറയുന്നു, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് മഹത്വം. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹല്ലേലൂയ സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയാൻ, നീ എൻ്റെ ഉഴൽച്ചകളെ, എൻ്റെ ജീവിതത്തിൽ ദിനം പ്രതി കടന്നു വരുന്ന വേദനകൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ എല്ലാം, അതാണ് ഉഴൽച്ചകളെന്ന് പറയുന്നത്. ദിനം പ്രതി നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു വരുന്ന, അത് ഏത് മേഖലയായിക്കോട്ടെ, സാമ്പത്തിക മേഖലയാകും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആകാം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വിഷയം, ഏത് മേഖലയാവട്ടെ, കർത്താവിൻ്റെ വചനം പറയുക, എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എത്ര സന്തോഷിക്കേണ്ട കാര്യമല്ലേ ഈ ലോകത്ത് നമ്മളായിരിക്കും. പിന്നെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടോ, എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ. കണ്ണുനീര് ശേഖരിക്കാൻ വരെ ഹല്ലേലൂയ കർത്താവിൻ്റെ കയ്യിലെ ഒരു തുരുത്തി ഉണ്ടെന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവിൻ്റെ മുമ്പിലെ നമ്മളൊട്ടും ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിലെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്ന് പൊട്ടി തകർന്ന് നമ്മൾ ചില സമയങ്ങളിൽ നിലവിളിക്കാറുണ്ട് ചിലരുടെ മുമ്പിലല്ലേ. അവർ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം. അവർ മനസ്സിലാക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കടന്നു പോകുന്ന വിഷയങ്ങളിൽ ഹല്ലേലൂയ അവരുടെ പ്രതികരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതായി തീരുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞു പോകാറുണ്ടല്ലേ. ഒരു പാത്രം ഉടയുന്നത് പോലെ സഹോദരങ്ങളെ നമ്മൾ എത്രയോ വട്ടം ഉടഞ്ഞിട്ടുണ്ടല്ലേ. എത്രയോ വട്ടം നമ്മൾ ഹല്ലേലൂയ കണ്ണുനീരൊഴുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ കണ്ണ് നിറഞ്ഞൊഴുകി ഹല്ലേലൂയ തുരുത്തിയിലാക്കി വെക്കുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീരിന് വരെ ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനം തരുന്നൊരു ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നേ, എൻ്റെ കണ്ണുനീര് നിൻ്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിൻ്റെ പുസ്തകത്തിൽ ഇല്ലയോ. ആമേൻ. ഞാൻ കരഞ്ഞാൽ എന്നെ കേൾക്കുന്നൊരു ദൈവം, ഞാൻ കരഞ്ഞാലേ എന്നെ കാണുന്നൊരു ദൈവം, ഞാൻ കരഞ്ഞാലേ എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്നൊരു ദൈവം. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്ന ഒരു കാര്യം, നിന്റെ കണ്ണുനീരോ നിന്റെ ഉഴൽച്ചകളോ ആരും കണ്ടില്ലെങ്കിലും ഹല്ലേലൂയ ഞാനതൊക്കെ ഇന്ന് ശേഖരിക്കുന്നുണ്ട് കേട്ടോ, ഞാനതൊക്കെ ഇന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയാമോ, നിനക്ക് വേണ്ടി ഞാനൊരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിൽ നീ പുറത്തു വരും. നീ ഇന്നലെ കരഞ്ഞ കണ്ണുനീരിൻ്റെ വില അന്ന് ഞാൻ നിനക്ക് പകർന്നു തരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഓർപ്പിക്കുക. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ കരയുന്ന ഒരു കണ്ണുനീരും അത് വൃഥാവല്ല സഹോദരങ്ങളെ. കരഞ്ഞുകൊണ്ടിരിക്കുക, ദൈവപ്രവൃത്തി വെളിപ്പെടും നിശ്ചയമായിട്ട്. ഹല്ലേലൂയ. അവന് നമ്മളോട് കരുണ തോന്നും, കരുണ തോന്നുക തന്നെ ചെയ്യും. നമ്മുടെ കണ്ണുനീരിനെ വരെ ശേഖരിക്കുന്നൊരു പാത്രം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആർക്ക് നമ്മളെ വേണ്ടെങ്കിലും കർത്താവിന് നമ്മളെ വേണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.